രക്തക്കുറവിനും പ്രതിരോധശേഷിക്കും ശരീരബലത്തിനും സന്ധിവേദനകൾക്കും മുടി കൊഴിച്ചിലിനും മറ്റും അത്യുത്തമമാണ് കർക്കിടകപ്പൊടി. വീട്ടിലെ ചേരുവകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ കർക്കിടകപ്പൊടി ഏവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതിനു വേണ്ട ചേരുവകളൊന്ന് നോക്കാം. ഒമേഗ 6, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയേൺ, കാൽസ്യം, വൈറ്റമിൻ ബി, ഇ എന്നിവയാൽ സമ്പുഷ്ടമാണ് എള്ള്. എല്ലുകളുടെയും സന്ധികളുടെയും പ്രശ്നങ്ങൾക്കും വാതം മൂലമുള്ള പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് ഇവ. എള്ള് നന്നായി കഴുകി ഊറ്റിയെടുത്ത് വറുത്തെടുക്കേണ്ടതാണ്. കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ B1 എന്നിവയുടെ ഉറവിടമാണ് ഞവരാരി. ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി വൈറൽ ഗുണങ്ങളുള്ള ഇവ ശ്വസന, രക്തചംക്രമണ, ദഹന വ്യവസ്ഥകൾക്കും നാഡീവ്യൂഹ വേദനയ്ക്കും പേശി ബലഹീനതയ്ക്കും ഏറെ നല്ലതാണ്. പോഷകങ്ങൾ ധാരാളം അടങ്ങിയതും ദഹനവ്യവസ്ഥ എളുപ്പമാക്കുന്നതുമായ ഞവരാരി എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമാണ്. ഇതും നന്നായി കഴുകി ഊറ്റിയെടുത്ത് വറുത്തെടുക്കേണ്ടതാണ്. അടുത്തതായി കലോറി കുറഞ്ഞ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക് ഭക്ഷണമായ അവലാണ്. ഇത് മലബന്ധം അകറ്റുകയും ഡയബറ്റിക്സ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. എല്ലിനും പല്ലിനും ബലം നൽകുന്നു. അവലിനൊപ്പം തന്നെ ജീരകവും ഏലക്കയും വറുത്തെടുക്കാം. പ്രോട്ടീൻ, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻ ഇ എന്നിവയാൽ സമ്പുഷ്ടമായ നിലക്കടല അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഹൃദ്രോഗങ്ങൾ തടയുകയും ചെയ്യുന്നു. ഗുഡ് കൊളസ്ട്രോളിൻ്റെയും അവശ്യ പോഷകങ്ങളുടെയും കലവറയായ നട്ട്സ് ഹൃദയാരോഗ്യത്തിനും പ്രമേഹം, ശരീരഭാരം എന്നിവ നിയന്ത്രിക്കാനും ബുദ്ധിവികാസത്തിനും രോഗപ്രതിരോധത്തിനും മികച്ചതാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കശുവണ്ടിയും ബദാമുമാണ്. രണ്ടും നന്നായി വറുത്തെടുക്കുക. ഫൈബർ, വൈറ്റമിൻ, മിനറൽസ് എന്നിവ ധാരാളം അടങ്ങിയ കൊട്ടത്തേങ്ങ ദഹനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ചർമ്മത്തിനും ഹൃദയാരോഗ്യത്തിനും നല്ലതാണ്. ഇവ ചെറുതായി അരിഞ്ഞ് നന്നായി വറുത്തെടുക്കാം. വറുത്തുവച്ച ചേരുവകൾ നന്നായി തണുക്കാൻ വയ്ക്കുക. പിന്നീട് നമുക്ക് ഓരോന്നായി പൊടിച്ചെടുക്കേണ്ടതാണ്. കപ്പലണ്ടി, നട്ട്സ് എന്നിവ പൊടിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ ബാക്കി വന്നേക്കാം. ഇവ അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഓരോ ചേരുവയും ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ടതാണ്. എള്ള് പൊടിക്കുമ്പോൾ പകുതിയൊന്ന് ആദ്യം പൊടിച്ച ശേഷം കുറച്ച് അവിൽ ചേർത്ത ശേഷം പൊടിച്ചാൽ എളുപ്പം പൊടിഞ്ഞു കിട്ടുന്നതാണ്. ബാക്കി വന്ന അവിലും ഞവരരിയും ഒരുമിച്ച് ഇതുപോലെ പൊടിച്ചെടുക്കാം. ഈ പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം ചൂടിൽ നന്നായി റോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇതിലെ മോയ്സ്ചറൊക്കെ പോവുകയും ഇത് കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യുന്നു. നമ്മുടെ അവസാനത്തെ ചേരുവയായ പനം ശർക്കര പൊടിച്ചതും നമുക്കിനി ചേർക്കാം. അയൺ, മഗ്നീഷ്യം ധാരാളം അടങ്ങിയ പനം ശർക്കര അനീമിയയ്ക്ക് വളരെ നല്ലതാണ്. പനി, മലബന്ധം, മൈഗ്രെയിൻ, സന്ധിവേദന എന്നിവയ്ക്കും ഏറെ ഫലപ്രദമാണിത്. അങ്ങനെ നമ്മുടെ കർക്കിടകപ്പൊടി തയ്യാറായിരിക്കുന്നു. ഇത് ദിവസവും ഒരു നേരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്.